ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വേപ്പർ പ്രഷർ ഓഫ് ലിക്വിഡ് സൊല്യൂഷൻ എന്ന് പറയുന്ന സെക്ഷനാണ്. നമ്മൾ ഹെൻറീസ് ലോ എന്താണെന്ന് നോക്കിയില്ലേ? എന്തായിരുന്നു ഹെൻറീസ് ലോ? ഹെൻറീസ് ലോ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഒരു ഗ്യാസ് ഒരു ലിക്വിഡിനകത്ത് ഡിസോൾവ് ആകുമ്പോൾ അതിന്റെ സോൾബിലിറ്റി എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്, അതിന്റെ സോൾബിലിറ്റി എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളാണ് എന്ത് പറഞ്ഞത്? ഹെൻറീസ് ലോ പറഞ്ഞത്. അതുപോലെ നമ്മൾ ഹെൻറീസ് ലോയുടെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയായിരുന്നു. ഇനി രണ്ട് ടൈപ്പ് ലിക്വിഡ് സൊല്യൂഷൻ കൂടി ഇല്ലേ? അതായത് നമ്മൾ ഹെൻറീസ് ലോയിൽ പറഞ്ഞത് ഒരു ഗ്യാസ് ലിക്വിഡിനകത്ത് ഡിസോൾവ് ആകുന്നു. സോൾവെന്റ് ലിക്വിഡ് ആണെങ്കിൽ അത്തരം സൊല്യൂഷൻ നമ്മൾ വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് ലിക്വിഡ് സൊല്യൂഷൻസ് എന്ന്. ഗ്യാസ് ലിക്വിഡ് ഡിസോൾവ് ആയാൽ എന്താകും, അതിന്റെ സോൾബിലിറ്റി എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഹെൻറീസ് ലോയിൽ പറഞ്ഞു. ഇനി നമ്മൾ ഈ സെക്ഷനിൽ നോക്കാൻ പോകുന്നത് ഒരു സോളിഡ് അല്ലെങ്കിൽ മറ്റൊരു ലിക്വിഡ് ഒരു ലിക്വിഡുമായിട്ട് കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന സൊല്യൂഷൻ, ഒരു ലിക്വിഡ് സൊല്യൂഷൻ. ആ ലിക്വിഡ് സൊല്യൂഷന്റെ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ സെക്ഷനിൽ നോക്കാൻ പോകുന്നത്. അതിനു മുമ്പേ നമുക്ക് അറിയേണ്ട മറ്റൊരു കാര്യം എന്താണ് വേപ്പർ പ്രഷർ എന്നാണ്. ഒരു ലിക്വിഡിന്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ കുറച്ച് വാട്ടർ ഒരു ക്ലോസ്ഡ് വെസൽ അല്ലെങ്കിൽ ഒരു ക്ലോസ്ഡ് കണ്ടെയ്നറിൽ എടുത്തിരിക്കുന്നു എന്ന് വിചാരിക്കാം. അറ്റ് റൂം ടെമ്പറേച്ചർ ആണ്, നോർമൽ ടെമ്പറേച്ചറിലാണ്. ഇവിടെ എന്ത് സംഭവിക്കും? കണ്ടെയ്നറിനകത്ത് അടച്ചു വെച്ചേക്കുന്ന ഒരു ക്ലോസ്ഡ് കണ്ടെയ്നർ ആണ്, അതായത് ഇതിനകത്തൊന്നും എന്ത് ചെയ്യുന്നില്ല, പുറത്തേക്ക് പോകുന്നില്ല എന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കാം? ഇവിടെ ഇവാപ്പറേഷൻ സംഭവിക്കത്തില്ലേ? ഈ ലിക്വിഡിന്റെ വാട്ടറിന്റെ സർഫസിൽ എന്ത് സംഭവിക്കും? ഇവാപ്പറേഷൻ സംഭവിക്കത്തില്ലേ? ഇവാപ്പറേഷൻ സംഭവിച്ച് അതായത് ഗ്യാസ് വേപ്പറൈസ് ചെയ്ത് എന്തായിട്ട് മാറും? അത് സ്റ്റീമായിട്ട് മാറത്തില്ലേ? അല്ലെങ്കിൽ ഗ്യാസ് മോളിക്യൂൾസ് ആയിട്ട് മാറി അതിന് ചുറ്റും, അതായത് ഇതിന് മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി പോകത്തില്ലേ? ഇല്ല, അങ്ങനെ സംഭവിക്കത്തില്ലേ? അങ്ങനെ സംഭവിക്കും. ഈ പോകുന്ന ലിക്വിഡ്സ് അല്ലെങ്കിൽ ഈ വേപ്പർ എന്ന് പറയുന്നത് എന്ത് സംഭവിക്കും? ഇതിന്റെ വാൾസിൽ വന്ന് ഇടിക്കത്തില്ലേ? കൊളൈഡ് ചെയ്യത്തില്ലേ? കണ്ടെയ്നറിന്റെ വാളിലൊന്നും എന്ത് ചെയ്യും? കൂട്ടിയിടിക്കും, കൊളൈഡ് ചെയ്യും. അങ്ങനെ കൊളൈഡ് ചെയ്യുന്ന സമയത്ത്, അങ്ങനെ കൊളൈഡ് ചെയ്യുമ്പോൾ ഇവിടെ വന്ന് ഇടിക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? ഈ പറയുന്ന ഗ്യാസ് വീണ്ടും കണ്ടൻസ് എന്തായിട്ട് മാറും? ലിക്വിഡായിട്ട് മാറത്തില്ലേ? അതായത് ഇതിനകത്ത് രണ്ട് പ്രോസസ്സ് നടക്കുന്നില്ലേ? ഒന്നും സംഭവിക്കുന്നുണ്ട്, ഇതിനകത്തിരിക്കുന്ന ലിക്വിഡ് അല്ലെങ്കിൽ വാട്ടർ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ വാട്ടർ എന്തായിട്ട് മാറുന്നുണ്ട്? വാട്ടർ വേപ്പറായിട്ട് മാറുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് സംഭവിക്കുന്നുണ്ട്? ചെന്ന് ഇടിച്ച് എന്തായിട്ട് അത് കണ്ടൻസ് ചെയ്ത് വീണ്ടും എന്തായിട്ട് മാറുന്നുണ്ട്? വാട്ടറായിട്ട് മാറുന്നില്ലേ? അതായത് രണ്ട് പ്രോസസ്സോട് നടക്കുന്നില്ല, അവിടെ വേപ്പറൈസേഷൻ നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ കണ്ടൻസേഷൻ നടക്കുന്നില്ലേ? ഏതിന്റെ റേറ്റ് ആയിരിക്കും, ഏതിന്റെ സ്പീഡ് ആയിരിക്കും കൂടുതൽ? അതായത് വേപ്പറൈസേഷൻ ആണോ കൂടുതൽ സംഭവിക്കുക, അതോ കണ്ടൻസേഷൻ ആയിരിക്കും? നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സമയത്ത് ഇതിനകത്ത് വേപ്പേഴ്സ് വല്ലതും ഉണ്ടോ? ഇല്ല. ഇനിഷ്യൽ കണ്ടീഷനകത്ത് വേപ്പർ വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പോൾ അവിടെ മാക്സിമം റേറ്റിൽ എന്ത് സംഭവിക്കും? ഇവാപ്പറേഷൻ സംഭവിക്കത്തില്ലേ? അതായത് ലിക്വിഡ് ഗ്യാസ് ആകുന്ന പ്രോസസ്സ് മാക്സിമം റേറ്റിൽ സംഭവിക്കും. കുറച്ചു നേരം കഴിഞ്ഞു, ചെന്ന് ഇടിച്ചു കഴിഞ്ഞു, കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ വേപ്പറിന്റെ അളവ് കൂടത്തില്ല. വേപ്പറിന്റെ അളവ് എന്ത് ചെയ്യും? ഒരുപാട് കൂടും. അങ്ങനെ കൂടുന്ന സമയത്ത് ഒരു ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യും. കുറെ നേരം കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഒരു ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യും. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വേപ്പറാകുന്ന റേറ്റും കണ്ടൻസേഷന്റെ റേറ്റും സെയിം ആകുന്ന ഒരു കണ്ടീഷൻ. അതായത് പിന്നെ എന്ത് ചെയ്യത്തില്ല, അവിടെ വേപ്പറിന്റെ അളവും കൂടത്തില്ല, അതുപോലെ വാട്ടറിന്റെ അളവും കൂടുമോ? ഇല്ല. രണ്ടും എന്തായിട്ട് മാറും? സെയിം റേറ്റ് ആയിട്ട് മാറും. കണ്ടൻസ് ചെയ്യുന്ന റേറ്റും അതുപോലെ തന്നെ എന്താകുന്നത്? വേപ്പർ ആകുന്ന റേറ്റ് എന്തായിട്ട് മാറും? ഈക്വൽ ആയിട്ട് മാറും. ആ ഒരു കണ്ടീഷൻ നമ്മൾ വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറയുന്നത്. അറ്റ് ദാറ്റ് കണ്ടീഷൻ, ആ ഒരു സമയത്ത് ഇവിടെ കുറെ വേപ്പർ ഇരിക്കൂലേ? ഒരുപാട് വേപ്പർ ഇല്ലേ? ഈ വേപ്പറിന്റെ പ്രഷർ എന്ന് പറയുമ്പോൾ അത് ഇതിന്റെ വാളിലും അല്ലെങ്കിൽ ഇതിന്റെ ലിക്വിഡിന്റെ സർഫസിലും കൊടുക്കുന്ന ഫോഴ്സ്, അതിനെ വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് ഇതിന്റെ പ്രഷർ എന്ന് പറയുന്നത്. ഈ വേപ്പറിന്റെ പ്രഷർ അതിനെ വിളിക്കുന്ന പേരാണ് നമ്മൾ എന്ന് പറയുന്നത് വേപ്പർ പ്രഷർ ഓഫ് എ ലിക്വിഡ് എന്ന് പറയുന്നത്. ഒരു ലിക്വിഡിന്റെ എന്ന് പറയുന്നത് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. ഇനി നമുക്കറിയേണ്ടത് ഒരു ലിക്വിഡ് സൊല്യൂഷന്റെ കാര്യമാണ്. ലിക്വിഡ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്പ് ലിക്വിഡ് സൊല്യൂഷൻ ഇല്ലേ? ലിക്വിഡ് സൊല്യൂഷൻ ഉണ്ട്, അതുപോലെ സോളിഡ് ലിക്വിഡ് സൊല്യൂഷൻ ഉണ്ട്. ഒരു സോളിഡ് ലിക്വിഡിലാവുന്ന സൊല്യൂഷനും ഉണ്ട്, അതുപോലെ തന്നെ ലിക്വിഡ് ഡിസോൾവ് ചെയ്യുന്ന സൊല്യൂഷൻ ഉണ്ട്. നമുക്ക് ആദ്യം ഒരു ലിക്വിഡ് സൊല്യൂഷൻ തന്നെ നോക്കാം. ഒരു ലിക്വിഡ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഈ എടുക്കുന്ന നമുക്ക് വേണ്ടത് ബൈനറി സൊല്യൂഷൻ മാത്രമാണ്. ബൈനറി സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഓൺലി 2 കമ്പോണൻസ് ആർ ദെയർ. രണ്ട് കമ്പോണൻസ് മാത്രമേ ഉള്ളൂ, ഒരു സോളിഡും പിന്നെ ഒരു സോൾവെന്റും. രണ്ടും എന്താണെന്ന് വിചാരിക്കുക? ലിക്വിഡ് ആണ്. അതുപോലെ തന്നെ രണ്ട് സബ്സ്റ്റൻസ് എന്താണ്? വോളറ്റൈൽ ആണ് എന്ന് വിചാരിക്കുക. രണ്ട് കമ്പൗണ്ട് എന്ത് തന്നെയാണ്? വോളറ്റൈൽ ആണ്. വോളറ്റൈൽ മീൻസ് വേപ്പറൈസ് ചെയ്യാനുള്ള എബിലിറ്റി, വേപ്പറൈസ് ചെയ്യുന്ന, അതായത് പെട്ടെന്ന് തന്നെ എന്തായിട്ട് മാറുന്നു? ഗ്യാസ് ആയിട്ട് മാറാൻ കഴിവുള്ള സബ്സ്റ്റൻസ് തന്നെയാണ് എന്തെടുക്കുന്നത്? രണ്ട് കമ്പോണൻസ് ആയിട്ടും എടുക്കുന്നത്. അപ്പോൾ ഒരു ലിക്വിഡിന്റെ മിക്സർ എടുക്കുന്നു എന്ന് വിചാരിക്കുക. നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു കണ്ടെയ്നറിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ലിക്വിഡിന്റെ മിക്സർ കൊണ്ടുവന്ന് ക്ലോസ് ചെയ്ത് വെക്കുന്നു, അടച്ചു വയ്ക്കുന്നു. ഒരു ക്ലോസ്ഡ് വെസലിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ലിക്വിഡ് സൊല്യൂഷൻ എടുക്കുന്നു. എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ തന്നെ അവിടെ ഇവാപ്പറേഷൻ സംഭവിക്കത്തില്ലേ? കാരണം അവിടെ ഇരിക്കുന്ന രണ്ട് കമ്പൗണ്ട് എന്താണ്? വോളറ്റൈൽ ആണ്. അവിടെ ഇരിക്കുന്ന രണ്ട് കമ്പോണന്റും വോളറ്റൈൽ ആയതുകൊണ്ട് തന്നെ
രണ്ട് കമ്പോണന്റും എന്തായിട്ട് മാറും? വേപ്പറായിട്ട് മാറത്തില്ലേ? അങ്ങനെ വേപ്പറായിട്ട് മാറി കുറെ നേരം കഴിയുമ്പോൾ എന്ത് അറ്റൈൻ ചെയ്യും? അവിടെയും ഒരു ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്തില്ലേ? വേപ്പറും ലിക്വിഡും തമ്മിൽ എന്ത് സംഭവിക്കും? ഒരു ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്തില്ലേ? അങ്ങനെ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്താൽ ഈ ഇരിക്കുന്ന വേപ്പറിനകത്ത് ഒരു കമ്പോണന്റ് മാത്രമാണോ ഉള്ളത്? അല്ല, രണ്ടും വോളറ്റൈലാണ്. അതുകൊണ്ട് തന്നെ രണ്ട് കമ്പോണൻസിന്റെയും ഗേഷ്യസ് പാർട്ടിക്കിൾ എന്തിൽ കാണും? ഈ പറയുന്ന വേപ്പറിൽ ഉണ്ടായിരിക്കുമല്ലോ, ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. ഇതിനെക്കുറിച്ച്, അതായത് എത്ര അളവിൽ ഇവിടെ വേപ്പർ പാർട്ടിക്കിൾ ഉണ്ടായിരിക്കും, ഏത് കമ്പോണന്റ് വേപ്പർ പാർട്ടിക്കിൾ ആയിരിക്കും കൂടുതൽ, ഇതിനെക്കുറിച്ചൊക്കെ പറയുന്ന ലോ ആണ് റോൾസ് ലോ എന്ന് പറയുന്നത്. റോൾസ് ലോ, RAOULTS, റോൾസ് ലോ. ഇപ്പൊ റോൾസ് ലോ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ മുമ്പ് ഹെൻറീസ് ലോ പറഞ്ഞ അതുപോലെ തന്നെയാണ് റോൾസ് ലോയും പറയുന്നത്. റോൾസ് ലോ പറയുന്നത് ദ വേപ്പർ പ്രഷർ, ദ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് എ കമ്പോണന്റ്. അതായത് അത് രണ്ട് കമ്പോണന്റ് ഉണ്ട്. കമ്പോണന്റ് 1 എന്ന് വിചാരിക്കാം, കമ്പോണന്റ് 2 എന്ന് വിചാരിക്കാം. രണ്ട് കമ്പോണന്റ് ഉണ്ട്. അതിൽ ഒരെണ്ണം സൊല്യൂട്ടും ഒരെണ്ണം സോൾവെന്റും. അല്ലെങ്കിൽ സോൾവെന്റ് ആരാണെന്ന് വിചാരിക്കാം, ഫസ്റ്റ് കമ്പോണന്റ് സോൾവെന്റ്, സെക്കൻഡ് കമ്പോണന്റ് എന്താണെന്ന് വിചാരിക്കാം, സൊല്യൂട്ട് ആണെന്ന് വിചാരിക്കാം. പറയുന്നത് ഇത്രയേ ഉള്ളൂ. പാർഷ്യൽ പ്രഷർ ഓഫ് എ കമ്പോണന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി മോൾ ഫ്രാക്ഷൻ ഓഫ് ദി കമ്പോണന്റ് ഇൻ ദാറ്റ് സൊല്യൂഷൻ. അതായത് 1 എന്ന് പറയുന്ന ഒരു കമ്പോണന്റ് ഉണ്ട് ഇതിനകത്ത്. അത് രണ്ട് കമ്പോണന്റ് ഉള്ളത്, ഒന്ന് 1ഉം അടുത്തത് 2. 1 എന്ന് പറയുന്ന കമ്പോണന്റ് ഉണ്ടാക്കുന്ന വേപ്പറിന്റെ അളവ് എന്ന് പറയുന്നത്, വേപ്പറിന്റെ പ്രഷർ എന്ന് പറയുന്നത് എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും? ഈ സൊല്യൂഷനകത്തുള്ള 1 എന്ന് പറയുന്ന കമ്പോണന്റിന്റെ മോൾ ഫ്രാക്ഷന് ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ ഈ മോൾ ഫ്രാക്ഷൻ എന്തായിരിക്കും? പ്രപ്പോർഷണൽ ആയിരിക്കും. ഇതാണെന്ന് പറയുന്നത് റോൾസ് ലോ എന്ന് പറയുന്നത്. ഉദാഹരണം നമുക്ക് നോക്കാം. 1 എന്ന് പറയുന്ന കമ്പോണന്റ് ഫോം ചെയ്യുന്ന വേപ്പർ പ്രഷർ എത്രയാണെന്ന് വിചാരിക്കുക? P1 ആണെന്ന് വിചാരിക്കാം. 2 എന്ന് പറയുന്ന കമ്പോണന്റ് കാരണം ഉണ്ടാകുന്ന വേപ്പർ പ്രഷർ എന്താണ്? P2 ആണെന്ന് വിചാരിക്കാം. അപ്പൊ P1 ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇവിടെ ഇരിക്കുന്ന സൊല്യൂഷനകത്തുള്ള കമ്പോണന്റ് 1ന്റെ മോൾ ഫ്രാക്ഷനെ നമുക്ക് x1 എന്നും കമ്പോണന്റ് 2ന്റെ മോൾ ഫ്രാക്ഷൻ നമുക്ക് എന്തും എടുക്കാം, x2 എന്നും കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം P1 ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു x1 ആൻഡ് P2 ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു x2. പറയാലോ. അതായത് പാർഷ്യൽ പ്രഷർ ഓഫ് കമ്പോണന്റ് 1 ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി മോൾ ഫ്രാക്ഷൻ ഓഫ് ദാറ്റ് കമ്പോണന്റ് ഇൻ ദി സൊല്യൂഷൻ. ആ സൊല്യൂഷനകത്തുള്ള മോൾ ഫ്രാക്ഷന്റെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇങ്ങനെ ഒരു പ്രൊപ്പോർഷണാലിറ്റി സൈൻ വന്നാൽ നമ്മൾ അതിനെ എന്ത് ചെയ്യും? ഈക്വൽ സൈൻ ആക്കാൻ വേണ്ടി ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന കോൺസ്റ്റന്റ് ആണ് P1 ആണെങ്കിൽ P1 ഈസ് ഈക്വൽ ടു P10 x1. എന്താണ് ഈ P10? പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് P10 എന്ന് പറയുന്നത് എന്താണ് P10 കൊണ്ട് ഉദ്ദേശിക്കുന്നത്? P10 എന്ന് പറഞ്ഞാൽ ദ വേപ്പർ പ്രഷർ ഓഫ് ദ പ്യുവർ സബ്സ്റ്റൻസ്, പ്യുവർ സബ്സ്റ്റൻസിന്റെ വേപ്പർ പ്രഷർ. ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ P1 അല്ലെങ്കിൽ 1 എന്ന് പറയുന്ന കമ്പോണന്റും 2 എന്ന് പറയുന്ന കമ്പോണന്റും, ഇത് രണ്ടിന്റെയും കൂടെ മിക്സ്ചർ അല്ലേ നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇങ്ങനെ വിചാരിക്കുക, നമ്മൾ എടുത്തിരിക്കുന്നത് എന്താണെന്ന്, കമ്പോണന്റ് 1 മാത്രമാണെന്ന് വിചാരിക്കുക. കമ്പോണന്റ് 1 മാത്രം ഒരു ക്ലോസ്ഡ് വെസലിൽ എടുത്തിരിക്കുന്നു. അറ്റ് ദിസ് സെയിം ടെമ്പറേച്ചർ, ഇപ്പൊ എടുത്തിരിക്കുന്ന ടെമ്പറേച്ചർ എത്രയാണെന്നോ അതേ ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ കമ്പോണന്റ് 1നെ മാത്രം എടുക്കുന്നു. അങ്ങനെ കമ്പോണന്റ് 1നെ മാത്രം എടുക്കുമ്പോൾ അത് വോളറ്റൈലാണ്. ആ വോളറ്റൈലായുള്ള സബ്സ്റ്റൻസ് അതിന്റെ മുകളിൽ ഒരു വേപ്പർ പ്രൊഡ്യൂസ് ചെയ്യത്തില്ലേ, അപ്പോഴുണ്ടാകുന്ന പ്രഷർ, അതായത് പ്യുവർ ആയിട്ടുള്ള കമ്പോണന്റ് 1 അതിന്റെ മാത്രം വേപ്പർ പ്രഷർ, അതിനെ വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് P10. അപ്പോൾ P1 ഈസ് ഈക്വൽ ടു P10 ഇൻറ്റു x1. ഇതാണെന്ന് പറയുന്നത് റോൾസ് ലോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ P2ന്റെ കാര്യം എഴുതാം. P2 ഈസ് ഈക്വൽ ടു P20 ഇൻറ്റു x2 എഴുതാലോ. അപ്പോൾ പാർഷ്യൽ പ്രഷർ ഓഫ് കമ്പോണന്റ് 1 ഈസ് ഈക്വൽ ടു P10 ഇൻറ്റു x1. അതുപോലെ പാർഷ്യൽ പ്രഷർ ഓഫ് കമ്പോണന്റ് 2 ഈസ് ഈക്വൽ ടു P20 ഇൻറ്റു x2 കിട്ടുമല്ലോ. ഇതാണ് നമ്മൾ എന്ന് പറയുന്നത് റോൾസ് ലോ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത്, നമുക്കിനി ഇതിനകത്ത് ടോട്ടൽ പ്രഷർ എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ വേപ്പർ പ്രഷർ, അതായത് ഈ മിക്സ്ചർ കാരണം, ഈ സൊല്യൂഷൻ കാരണം ഇതിന്റെ മുകളിൽ ഉണ്ടാകുന്ന ടോട്ടൽ പ്രഷർ, നമ്മൾ ഓരോ കമ്പോണന്റ് മൂലം ഉണ്ടാകുന്ന പാർഷ്യൽ പ്രഷേഴ്സ് കണ്ടുപിടിച്ചിട്ടില്ലേ? അങ്ങനെ രണ്ടിന്റെയും പാർഷ്യൽ പ്രഷർ അറിയാമെങ്കിൽ ടോട്ടൽ പ്രഷർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? P ടോട്ടൽ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? രണ്ട് പ്രഷർ കൂടെ ആഡ് ചെയ്താൽ പോരെ? രണ്ട് പാർഷ്യൽ പ്രഷർ, രണ്ട് കമ്പോണൻസ് അല്ലേ ഉള്ളൂ. അപ്പൊ രണ്ട് പ്രഷർ കൂടെ ആഡ് ചെയ്യാം. P1 പ്ലസ് P2 ആഡ് ചെയ്യാലോ. P1ന്റെ വാല്യൂ എന്താണെന്ന് അറിയാം, ഇക്വേഷനകത്ത് നിന്ന് P10 ഇൻറ്റു x1 പ്ലസ് P20 ഇൻറ്റു x2. ഇതാണ് എൻ്റെ വാല്യൂ വരുന്നത്. ഇനി നമുക്ക് ഒന്നുകൂടെ നോക്കിയാൽ അറിയാം, മോൾ ഫ്രാക്ഷൻ x1 ഉം x2. മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? x1 ഉം x2. ഈ സൊല്യൂഷനകത്ത് ആ പാടെ രണ്ട് കമ്പോണൻസ് അല്ലേ ഉള്ളൂ, only 2 കമ്പോണൻസ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഒരു സൊല്യൂഷനകത്തുള്ള ടോട്ടൽ കമ്പോണൻസിന്റെ മോൾ ഫ്രാക്ഷന്റെ സം എത്രയായിരിക്കും?
1 ആയിരിക്കത്തില്ല. എങ്ങനെയാണെങ്കിൽ ഇതാ x1 പ്ലസ് x2 ഈസ് ഈക്വൽ ടു 1 എന്ന് എഴുതി കൂടെ. x1 പ്ലസ് x2 ഈസ് ഈക്വൽ ടു എത്രയെന്ന് എഴുതാം? 1 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ x1 പകരം എന്താക്കാം നമുക്ക്? 1 മൈനസ് x2 എന്ന് കൊടുക്കാമല്ലോ. x1 പകരം എന്ത് കൊടുക്കാം? 1 മൈനസ് x2. അങ്ങനെയാണെങ്കിൽ ഇതാ ഇക്വേഷനകത്ത് x1 പകരം എന്താക്കാം? P10 ഇൻറ്റു 1 മൈനസ് x2 പ്ലസ് P10 ഇൻറ്റു x2 എന്നായില്ലേ? സോറി, P20 ഇൻറ്റു x2 എന്നാകത്തില്ലേ? കിട്ടുമല്ലോ. ഈ പി ടോട്ടൽ എന്ന് പറയുന്ന ഇക്വേഷൻ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഈ ഇക്വേഷനകത്ത് ആപ്പാടെ ഒരൊറ്റ കമ്പോണന്റിന്റെ മോൾ ഫ്രാക്ഷൻ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ദ ടോട്ടൽ വേപ്പർ പ്രഷർ ഓവർ ദി സൊല്യൂഷൻ ഈസ് റിലേറ്റഡ് ടു മോൾ ഫ്രാക്ഷൻ ഓഫ് ഓൺലി വൺ കമ്പോണന്റ്. ഒരൊറ്റ കമ്പോണന്റിന്റെ മോൾ ഫ്രാക്ഷൻ ആയിട്ട് മാത്രമേ ആര് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? ഈ സൊല്യൂഷന് മുകളിലുള്ള ടോട്ടൽ വേപ്പർ പ്രഷർ റിലേറ്റ് ചെയ്യുന്നുള്ളൂ എന്ന്. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ എക്സാമ്പിൾ ആയിട്ട് നോക്കാം. ഇവിടെ P10 P20 ഇത് രണ്ടും കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? P10 എന്ന് പറഞ്ഞാൽ പ്യുവർ സബ്സ്റ്റൻസ് കമ്പോണന്റ് 1ന്റെ പ്യുവർ വേപ്പർ പ്രഷർ, പ്യുവർ സബ്സ്റ്റൻസ് ആയിരിക്കുമ്പോൾ വേപ്പർ പ്രഷർ. അതുപോലെ തന്നെ കമ്പോണന്റ് 2 പ്യുവർ സബ്സ്റ്റൻസ് ആയിരിക്കുമ്പോൾ വേപ്പർ പ്രഷർ ആണെന്ന് പറയുന്നത് P20 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം, P10 ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് P20. അതായത് സെയിം ടെമ്പറേച്ചറിലുള്ള പ്യുവർ സബ്സ്റ്റൻസിന്റെ വേപ്പർ പ്രഷർ കൂടുതൽ ആർക്കാണെന്ന്? P20 ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് P2 the second component is more volatile than that of first component. സെക്കൻഡ് കമ്പോണന്റ് എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് കമ്പോണന്റിനേക്കാൾ കൂടുതൽ വോളറ്റൈൽ ആണ്. അതായത് കൂടുതൽ വേപ്പറിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി ആർക്കാ ഉള്ളത്? സെക്കൻഡ് കമ്പോണന്റ് ആണ് ഉള്ളത്. ഇനി നമുക്ക് ഈ ഇക്വേഷനിലേക്ക് തിരിച്ചു വരാം. നമ്മളുടെ ഈ എക്സാമ്പിളിലേക്ക് വരുമ്പോൾ രണ്ട് മിക്സർ അതിനകത്തുള്ള രണ്ട് കമ്പൗണ്ട് ഉള്ള മിക്സറാണ് ഉള്ളത്. ഫസ്റ്റ് കമ്പൗണ്ടും ഉണ്ട്, സെക്കൻഡ് കമ്പൗണ്ടും ഉണ്ട്. അതിനകത്ത് വോൾട്ടൈലിറ്റി കൂടുതൽ ആർക്കാണ്? സെക്കൻഡ് കമ്പോണന്റ് ആണ് വോൾട്ടൈൽ നേച്ചർ കൂടുതൽ. അപ്പോൾ നമ്മൾ എടുക്കുന്നതിനകത്ത് സെക്കൻഡ് കമ്പോണന്റിന്റെ മോൾ ഫ്രാക്ഷൻ ആണ് കൂടുതൽ എന്ന് വിചാരിക്കുക. സെക്കൻഡ് കമ്പോണന്റിന്റെ അളവാണ് കൂടുതലാണെന്ന് വിചാരിക്കുക. അങ്ങനെ കൂടുതലാണെങ്കിൽ ഇവിടുത്തെ വേപ്പർ പ്രഷർ കൂടത്തില്ലേ? കാരണം സെക്കൻഡ് കമ്പോണന്റിന്റെ അളവ് സൊല്യൂഷനകത്ത് കൂടുമ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേപ്പറിന്റെ അളവും കൂടത്തില്ലേ? അങ്ങനെയാകുമ്പോൾ വേപ്പർ പ്രഷർ എന്ത് ചെയ്യും? ഇവിടെ കൂടുതലായിരിക്കും ആയിരിക്കത്തില്ലേ? നമുക്ക് അതുകൊണ്ട് പറയാം, എന്താണെന്ന് പറയാം, ടോട്ടൽ വേപ്പർ പ്രഷർ ഈസ് ലീനിയർലി ഇൻക്രീസ്ഡ് വിത്ത് ദി മോൾ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കമ്പോണന്റ്. സെക്കൻഡ് കമ്പോണന്റിന്റെ മോൾ ഫ്രാക്ഷൻ കൂടുന്നതിനനുസരിച്ച് ടോട്ടൽ വേപ്പർ പ്രഷർ കൂടും എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ മറ്റൊരു കാര്യങ്ങൾ പറയാം. ഇവിടെ P10യും P20യും ഇതിന്റെ വാല്യൂ വ്യത്യാസം വരുന്നതനുസരിച്ച് ഓരോ കമ്പോണന്റിന്റെയും മോൾ ഫ്രാക്ഷൻ കൂടുകയോ കുറയ്ക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ടോട്ടൽ വേപ്പർ പ്രഷറിന്റെ അളവ് ഇൻക്രീസ് ചെയ്യുകയോ ഡിക്രീസ് ചെയ്യുകയോ ചെയ്യാം. നമ്മൾ എടുക്കുന്നത് രണ്ട് സൊല്യൂഷന്റെയും കൂടെ അളവ് ഒരു 1 ലിറ്റർ ആണെന്ന് വിചാരിക്കാം. അതായത് ടോട്ടൽ സൊല്യൂഷൻ അളവ് എത്രയാണ്? 1 ലിറ്റർ ആണെന്ന് വിചാരിക്കാം. അതിനകത്ത് രണ്ട് കമ്പോണൻസും ഉണ്ട്. ഈ 1 ലിറ്റർ ആണെന്നും പറഞ്ഞ് എല്ലാ സമയത്തും വേപ്പർ പ്രഷർ ഒരുപോലെ ആവണമെന്നുണ്ടോ? ഇല്ല. ചിലപ്പോൾ കമ്പോണന്റ് 1 ആണ് കൂടുതലെങ്കിൽ വേപ്പർ പ്രഷർ കുറവായിരിക്കും. അതല്ല, കമ്പോണന്റ് 2ന്റെ അളവാണ് അവിടെ കൂടുതലെങ്കിൽ, മോൾ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കമ്പോണന്റ് ആണ് അവിടെ കൂടുതലെങ്കിൽ വേപ്പർ പ്രഷർ എന്തായിരിക്കും? കൂടുതലായിരിക്കും. എന്താണ് അതിനുള്ള കാരണം? അതിനുള്ള കാരണം എന്ന് പറയുന്നത് വോളറ്റൈൽ നേച്ചർ കൂടുതൽ ആർക്കാണ്? കമ്പോണന്റ് 2നാണ്. അതായത് കമ്പോണന്റ് 2 ആണ് കമ്പോണന്റ് 1നേക്കാൾ എളുപ്പത്തിൽ എന്ത് ചെയ്യുന്നത്? വേപ്പറൈസ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ എന്ന് പറയുന്നത് റോൾസ് ലോ എന്ന് പറയുന്നത്. അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് റോൾസ് ലോയുടെ ഗ്രാഫാണ്. ഗ്രാഫ് എങ്ങനെയാണ് വരുന്നത്? ഗ്രാഫ് വരയ്ക്കുന്ന പറഞ്ഞാൽ വേപ്പർ പ്രഷർ വേഴ്സ് മോൾ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കമ്പോണന്റ്. വേപ്പർ പ്രഷറും സെക്കൻഡ് കമ്പോണന്റിന്റെ മോൾ ഫ്രാക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഗ്രാഫ് വരയ്ക്കുന്നത്. ഈ ഗ്രാഫിൽ നമ്മൾ ടോട്ടൽ സൊല്യൂഷന്റെ വോളിയം അല്ലെങ്കിൽ ടോട്ടൽ സൊല്യൂഷന്റെ എമൗണ്ട് സെയിം ആക്കി വെച്ചിട്ടാണ് ഗ്രാഫ് വരച്ചേക്കുന്നത്. അതായത് ആദ്യം ഇനിഷ്യൽ കണ്ടീഷനകത്ത് ഫസ്റ്റ് കമ്പോണന്റ് മാത്രമേ ഉള്ളൂ, സെക്കൻഡ് കമ്പോണന്റ് ഇല്ല. അതിനുശേഷം മുമ്പോട്ട് പോകും തോറും സമയം കഴിയും തോറും സെക്കൻഡ് കമ്പോണന്റ് അളവ് കൂടുകയും ഫസ്റ്റ് കമ്പോണന്റ് അളവ് കുറയുകയും ചെയ്യും. അവസാനം എത്തുമ്പോൾ അതിനകത്ത് സെക്കൻഡ് കമ്പോണന്റ് മാത്രമായിട്ട് മാറും. ആ ഒരു രീതിയിലാണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നത്. അല്ലെങ്കിൽ നമുക്കൊരു രണ്ട് ഗ്രാഫായിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇനി ഈ ഗ്രാഫിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് കണ്ടീഷനകത്ത് സെക്കൻഡ് കമ്പോണന്റിന്റെ മോൾ ഫ്രാക്ഷൻ എന്താണ്? 0 ആണ്. നിങ്ങളുടെ കാര്യം ആലോചിച്ച് വെച്ചേക്കണം. ഇതിനകത്ത് P10 ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് P20. അതായത് സെക്കൻഡ് കമ്പോണന്റിനാണ് വോൾട്ടൈലിറ്റി ഫസ്റ്റ് കമ്പോണന്റിനേക്കാൾ കൂടുതൽ. അതായത് വേപ്പർ ആകാൻ ഏറ്റവും കൂടുതൽ സാധിക്കുന്ന ആർക്കാണ്? സെക്കൻഡ് കമ്പോണന്റിനാണ് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. എന്നിട്ട് ഈ ഗ്രാഫിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും, ഗ്രാഫിൽ ഇനിഷ്യൽ കണ്ടീഷനകത്ത് സെക്കൻഡ് കമ്പോണന്റിന്റെ അളവ് എത്രയാണ്? 0 ആണ്. ടൈം കഴിയും തോറും സെക്കൻഡ് കമ്പോണന്റ് അളവ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെ സെക്കൻഡ് കമ്പോണന്റിന്റെ മോൾ ഫ്രാക്ഷൻ കൂടി വരുന്ന അവസാനം എത്രയാകും? സെക്കൻഡ് കമ്പോണന്റിന്റെ മോൾ ഫ്രാക്ഷൻ x2 = 1 എന്ന് പറയുന്ന സെക്ഷനിലേക്ക് എത്തും. അങ്ങനെ എത്തുമ്പോൾ അതിനകത്ത് ആര് മാത്രമേ ഉള്ളൂ?
X2 മാത്രമല്ലേ ഉള്ളൂ, സെക്കൻഡ് കമ്പൗണ്ട് മാത്രമല്ലേ ഉള്ളൂ. സെക്കൻഡ് കമ്പൗണ്ട് മാത്രമാകുമ്പോൾ അവിടുത്തെ പ്രഷർ എത്രയായിരിക്കും? P2 0 ആയിട്ട് മാറത്തില്ലേ? എത്രയായിട്ട് മാറി അതിൻ്റെത്? P2 0 ആയിരിക്കത്തില്ലേ? ഇവിടെ ആയിരുന്നെങ്കിലോ ഫസ്റ്റ് ഇനിഷ്യൽ കണ്ടീഷൻ നോക്കുമ്പോൾ x1 മാത്രമല്ലേ ഉള്ളൂ. x1 ഈസ് ഈക്വൽ ടു 1 അല്ലേ? മോൾ ഫ്രാക്ഷൻ ഓഫ് x1 എന്താണ്? 1 ആണ്. അതായത് അവിടെ എന്ത് മാത്രമേ ഉള്ളൂ എന്നർത്ഥം? x1 മാത്രമേ ഉള്ളൂ എന്നർത്ഥം. അവിടെ x1 മാത്രമേ ഉള്ളൂ എങ്കിൽ ടോട്ടൽ പ്രഷറും അതുപോലെ തന്നെ x1ന്റെ പാർഷ്യൽ പ്രഷർ എന്തായിരിക്കും? സെയിം ആയിരിക്കത്തില്ല. അവിടെ മറ്റൊരു സൊല്യൂഷൻ ഉണ്ടോ? ഇല്ല. എന്ത് മാത്രമേ ഉള്ളൂ? അവിടെ x1 മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഫസ്റ്റ് കമ്പൗണ്ട് മാത്രമേ ഉള്ളെങ്കിൽ അതിന് ടോട്ടൽ പ്രഷർ എന്തായിരിക്കും? P1 0 ആയിരിക്കത്തില്ലേ? ഫൈനൽ കണ്ടീഷൻ ആകുമ്പോൾ x2 മാത്രമായിട്ട് മാറും. അവിടെ എന്താവും? P2 0 ആയിട്ട് മാറും എന്ന് പറയുന്നത് ടോട്ടൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. ഈ ഫസ്റ്റ് കണ്ടീഷനും സെക്കൻഡ് കണ്ടീഷനിലും ഒഴികെ ബാക്കി എല്ലാ കണ്ടീഷനകത്തും ഇതൊരു മിക്സറാണ്, ഇതൊരു സൊല്യൂഷനാണ് അല്ലെ? അതായത് ഈ ഒരു പോയിന്റ് എടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതാണ് ഇതിന്റെ വേപ്പർ പ്രഷർ അല്ലെ? ആ ഒരു പോയിന്റ് എടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ വേപ്പർ പ്രഷർ എന്താണ്? ഇതാണ് അതിന്റെ സെക്കൻഡ് കമ്പോണന്റ് വേപ്പർ പ്രഷർ. ഇതേ സെയിം പോയിന്റ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് കമ്പോണന്റ് വേപ്പർ പ്രഷർ എന്താണ്? ഇതാണ് ഫസ്റ്റ് കമ്പോണന്റിന്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇനിഷ്യൽ കണ്ടീഷനിലും ഫൈനൽ കണ്ടീഷനിലും ഒഴികെ ബാക്കി എല്ലാ കണ്ടീഷനകത്തും എന്തിനുണ്ട്? രണ്ട് സൊല്യൂഷനും ഇല്ലേ, അല്ലെങ്കിൽ രണ്ട് കമ്പോണന്റ് വരാത്തില്ലേ? അങ്ങനെ ആകുമ്പോൾ നമ്മൾ എങ്ങനെ ടോട്ടൽ പ്രഷർ കണ്ടുപിടിക്കും? ടോട്ടൽ പ്രഷർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? P1 പ്ലസ് P2. അങ്ങനെ P1 പ്ലസ് P2 ആഡ് ചെയ്ത് വരുമ്പോൾ ഫസ്റ്റ് സെക്ഷനകത്ത് P1 ഉം P2 ആഡ് ചെയ്യുമ്പോൾ P1 0 അല്ലേ വരുള്ളൂ? P1 0 അത് ഈ പോയിന്റ്. അടുത്തൊരു പോയിന്റ് നമ്മൾ എടുത്ത് കൺസിഡർ ചെയ്ത് P1ന്റെയും P2ന്റെയും വാല്യൂ ആഡ് ചെയ്ത് നോക്കുമ്പോൾ അടുത്തൊരു പോയിന്റ് കിട്ടും. അങ്ങനെ ഓരോ പോയിന്റിനകത്തും P1ന്റെയും P2ന്റെയും വാല്യൂ ആഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കുറെ പോയിന്റ്സ് കിട്ടും. ആ പോയിന്റ്സ് ജോയിൻ ചെയ്താണ് നമ്മൾ എന്ത് വരച്ചേക്കുന്നത്? P ടോട്ടൽ എന്ന് പറയുന്ന ആ ലൈൻ വരച്ചേക്കുന്നത് ഈ ഗ്രാഫിനകത്ത്. അപ്പോൾ ഇതാണ് നമ്മൾ എന്ന് പറയുന്നത് റോൾസ് ലോയുടെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഈ ഗ്രാഫിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും P2 0 ആണ്, P1 0 വലുത്. അതായത് സെക്കൻഡ് കമ്പോണന്റ് ഈസ് മോർ വോളറ്റൈൽ ദാൻ ദാറ്റ് ഓഫ് ഫസ്റ്റ് കമ്പോണന്റ്. ഫസ്റ്റ് കമ്പോണന്റിനേക്കാൾ കൂടുതൽ വോളറ്റൈൽ ആണ് ആരെന്ന് പറയുന്നത്? സെക്കൻഡ് കമ്പോണന്റ് എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞില്ലായിരുന്നോ ടോട്ടൽ വേപ്പർ പ്രഷർ ലീനിയർലി ഇൻക്രീസസ് വിത്ത് മോൾ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കമ്പോണന്റ് എന്ന്. ഇവിടെ മോൾ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കമ്പോണന്റ് എന്ന് പറയാനുള്ള കാരണം സെക്കൻഡ് കമ്പോണന്റ് ആണ് എന്ത് കൂടുതൽ? വോളറ്റൈൽ നേച്ചർ കൂടുതൽ. വോളറ്റൈൽ നേച്ചർ കൂടിയ കമ്പോണന്റ് നമ്മൾ എന്തായിട്ട് എടുത്തിരിക്കുന്നത്? സെക്കൻഡ് കമ്പോണന്റ് എടുത്തിരിക്കുന്നത്. അതായത് ഇവിടെ നോക്കിയാൽ നമുക്കറിയാം മോൾ ഫ്രാക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു. മോൾ ഫ്രാക്ഷൻ കൂടുന്നതനുസരിച്ച് അതിന് ലീനിയർ ആയിട്ട് എന്തും കൂടുന്നുണ്ട്? ടോട്ടൽ വേപ്പർ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നില്ല. ഇതാ ഇവിടെ നോക്കി മോൾ ഫ്രാക്ഷൻ ഇതാ ഇവിടെ ഇങ്ങനെ കൂടി വരുന്നതനുസരിച്ച് എന്തും കൂടുന്നുണ്ട്? ടോട്ടൽ വേപ്പർ പ്രഷർ കൂടിയല്ലേ ഇവിടുന്ന് കൂടിയല്ലേ പോകുന്നത്? അതായത് നമ്മൾ പറഞ്ഞ പോയിന്റ് കറക്റ്റ് അല്ലേ? ടോട്ടൽ വേപ്പർ പ്രഷർ ഇൻക്രീസസ് ലീനിയർലി വിത്ത് മോൾ ഫ്രാക്ഷൻ ഇല്ലേ? മോൾ ഫ്രാക്ഷൻ കൂടുന്നതനുസരിച്ച് എന്ത് കൂടുന്നുണ്ട്? ടോട്ടൽ വേപ്പർ പ്രഷർ കൂടുന്നുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന അടുത്ത കാര്യം ഇതൊരു ഇക്വിലിബ്രിയത്തിലായിരിക്കുകയാണ്. സൊല്യൂഷന്റെ മുകളിൽ ആരിപ്പുണ്ട്? വേപ്പേഴ്സ് ഉണ്ട്, വേപ്പർ പ്രഷർ ഉണ്ട്. അതൊരു ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുകയാണെന്ന് വിചാരിക്കാം. ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന സമയത്ത് ആ വേപ്പർ എന്ന് പറയുന്നത് ഒരൊറ്റ കമ്പോണന്റ് മാത്രമാണോ? അല്ല, രണ്ട്. നമ്മൾ ബൈനറി സൊല്യൂഷനിൽ എടുത്തത്. അപ്പൊ രണ്ട് കമ്പോണന്റിന്റെയും വേപ്പേഴ്സ് അതിനകത്തില്ലേ? അപ്പൊ രണ്ട് ഗ്യാസിന്റെ മിക്സ്ചർ ആണ് അവിടെ എന്ന് പറഞ്ഞൂടെ? അങ്ങനെ രണ്ട് ഗ്യാസിന്റെ മിക്സ്ചർ വരികയാണെങ്കിൽ നമ്മളൊരു ലോ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടില്ലേ? ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ എന്ന്. എന്തായിരുന്നു ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ? അത് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. Partial pressure of one component is equal to the mole fraction into the total partial pressure. ആണേ ഒരു കമ്പോണന്റിന്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ടോട്ടൽ പ്രഷർ ഇൻറ്റു ആ കമ്പോണന്റിന്റെ മോൾ ഫ്രാക്ഷൻ. ഇവിടെ നമുക്ക് വിചാരിക്കാം ഇതിന്റെ മുകളിലുള്ള വേപ്പറാണ്. ആ വേപ്പറിനകത്ത് ഉള്ള ഒരു ഫസ്റ്റ് കമ്പോണന്റിന്റെ മോൾ ഫ്രാക്ഷൻ Y1 എന്നും സെക്കൻഡ് കമ്പോണന്റിന്റെ മോൾ ഫ്രാക്ഷൻ Y2 എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. അതായത് ഈ ഗ്യാസിന്റെ കാര്യമാണ്, ലിക്വിഡിനകത്തുള്ള ഫസ്റ്റും സെക്കൻഡും കമ്പോണന്റിന്റെ കാര്യമല്ല. ഇവിടെ വേപ്പറായിട്ടിരിക്കുന്ന ഫസ്റ്റ് കമ്പോണന്റിന്റെ മോൾ ഫ്രാക്ഷൻ Y1 എന്നും വേപ്പറായിട്ടിരിക്കുന്ന സെക്കൻഡ് കമ്പോണന്റിന്റെ മോൾ ഫ്രാക്ഷൻ എത്രയാണെന്ന് എടുക്കാം? Y2 എന്നും എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറഞ്ഞൂടെ? P1 ഈസ് ഈക്വൽ ടു എന്തെന്ന് പറയാം? Y1 ഇൻറ്റു P ടോട്ടൽ എന്ന് പറയാലോ. Y1 ഇൻറ്റു എന്ന് പറയാം P ടോട്ടൽ എന്ന് പറയാം. അതുപോലെ P2 ഈസ് ഈക്വൽ ടു Y2 ഇൻറ്റു P ടോട്ടൽ എന്നും പറഞ്ഞൂടെ? അപ്പോൾ ഈ ഒരു ഇക്വേഷൻ കൂടെ ഒന്ന് ഓർത്തിരുന്നോണം. എന്തുവാണ് ഇവിടെ പറയുന്ന Y1 എന്ന് പറയുന്നതാണ്? Y1 മോൾ ഫ്രാക്ഷൻ ഓഫ് വേപ്പർ ഓഫ് ദി ഫസ്റ്റ് കമ്പോണന്റ് വേപ്പറിന്റെ മോൾ ഫ്രാക്ഷൻ ആണെന്ന് പറയുന്നത് Y1 എന്ന് പറയുന്നത്. Y2 എന്ന് പറയുന്നതാണ് സെക്കൻഡ് കമ്പോണന്റിന്റെ വേപ്പറിന്റെ മോൾ ഫ്രാക്ഷൻ. അപ്പോൾ അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചിടണം. ഈ ഒരു ഇക്വേഷനും കൂടെ ഒന്ന് ഓർത്ത് വെച്ചിടണം. ഇതാണ് നമ്മൾ എന്ന് പറയുന്നത് റൗൾസ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നമ്മൾ പറയുന്നത് നമ്മൾ ഹെൻറീസ് ലോ പഠിച്ചിട്ടില്ലേ?
എന്തുവായിരുന്നു ഹെൻറീസ് ലോ? ഹെൻറീസ് ലോ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, സോൾബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ എ ലിക്വിഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പാർഷ്യൽ പ്രഷർ ഓഫ് ദി ഗ്യാസ് ഓവർ ദി സൊല്യൂഷൻ. അല്ലെ, ഒരു ലിക്വിഡിന്റെ മുകളിലുള്ള ഗ്യാസിന്റെ പാർഷ്യൽ പ്രഷറിനെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും ആ ഗ്യാസിന്റെ ലിക്വിഡിനകത്തുള്ള സോളിബിലിറ്റി എന്ന് പറയുന്നത്. ഇതായിരുന്നു എന്ന് പറയുന്നത് ഹെൻറീസ് ലോ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ആ ഹെൻറീസ് ലോ നമുക്ക് ഇങ്ങനെയും പറയാമായിരുന്നു, ദ പാർഷ്യൽ പ്രഷർ ഓഫ് ദി ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി മോൾ ഫ്രാക്ഷൻ ഓഫ് ദി ഗ്യാസ് ഇൻ ദാറ്റ് സൊല്യൂഷൻ. അതായത് ആ സൊല്യൂഷന് മുകളിലുള്ള ഗ്യാസിന്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്തിനെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന്, അത് ഡിസോൾവ് ആയിട്ടുള്ള ഗ്യാസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന്. ഇതാണ് നമ്മളെന്ന് പറയുന്നത് ഹെൻറീസ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഹെൻറീസ് ലോ നമുക്ക് ഇങ്ങനെ എഴുതായിരുന്നു, പി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ് എന്ന് എഴുതാം. ആ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതുന്നത് പി ഈസ് ഈക്വൽ ടു കെ എച്ച് ഇൻറ്റു എക്സ് എന്ന്. അതായത് കെ എച്ച് എന്ന് പറയുന്നത് എന്താണ്, അവിടെ ഹെൻറീസ് കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു. നമ്മളിവിടെ റോൾസ് ലോ പഠിച്ചപ്പോൾ അവിടെ എന്താണ് പഠിച്ചത്, പി ഈസ് ഈക്വൽ ടു പി സീറോ ഇൻറ്റു എക്സ് എന്നല്ലേ. ഈ രണ്ട് ഇക്വേഷൻ നോക്കി, ലെഫ്റ്റ് സൈഡ് രണ്ടും ഈക്വൽ ആണ്, റൈറ്റ് സൈഡിന് അത് രണ്ടും ഓരോ മോൾ ഫ്രാക്ഷനും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതാ ഈ കെ എച്ചും പി സീറോയും ഇത് രണ്ടിലും മാത്രമല്ല ഈ കോൺസ്റ്റന്റ് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റുകളിൽ മാത്രമല്ലേ ഉള്ളൂ വ്യത്യാസം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം എന്താണെന്ന്, റോൾസ് ലോ ഈസ് എ സ്പെഷ്യൽ കേസ് ഓഫ് ഹെൻറീസ് ലോ എന്ന്. ഹെൻറീസ് ലോയുടെ ഒരു സ്പെഷ്യൽ കേസ് ആണ് ആരെന്ന് പറയുന്നത്, റോൾസ് ലോ എന്ന് പറയുന്നത്. എന്താണ് ആ സ്പെഷ്യൽ കേസ് എന്ന് പറയുന്നത്, എന്താവണം, കെ എച്ചിന്റെ വാല്യൂ പി സീറോ ആവുകയാണെങ്കിൽ, കെ എച്ചിന്റെ വാല്യൂ പി സീറോ ആവുകയാണെങ്കിൽ ഹെൻറീസ് ലോയും റോൾസ് ലോ എന്താണെന്ന് പറയാം, ഈക്വൽ ആണെന്ന് പറയാം. അല്ലെങ്കിൽ ഹെൻറീസ് ലോ റോൾസ് ലോ ഈസ് എ സ്പെഷ്യൽ കേസ് ഓഫ് ഹെൻറീസ് ലോ എന്ന് പറയാം. നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ലിക്വിഡ് സൊല്യൂഷനെ കുറിച്ചല്ലേ. നമുക്കിനി അടുത്തത് പറയാനുള്ളത് ലിക്വിഡ് സോളിഡ് സൊല്യൂഷനെ കുറിച്ചാണ്. ലിക്വിഡ് സോളിഡ് സൊല്യൂഷൻ ആകുമ്പോൾ ഈ സോളിഡ് എന്ന് പറയുന്നത് മിക്കവാറും എല്ലാം നോർമൽ ടെമ്പറേച്ചറിൽ നോൺ വോളറ്റൈൽ ആയിരിക്കും. അതായത് എന്ത് ചെയ്യത്തില്ല, അത് വേപ്പേഴ്സ് ആയിട്ട് മാറുന്ന കമ്പോണൻസ് ആയിരിക്കത്തില്ല. ഉദാഹരണത്തിന് വാട്ടറിനകത്ത് സോഡിയം ക്ലോറൈഡ് NaCl ഡിസോൾവ് ചെയ്യുന്നു, അല്ലെങ്കിൽ യൂറിയ ഡിസോൾവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ഡിസോൾവ് ചെയ്യുന്നു. ഇതെല്ലാം എന്താണ്, സോളിഡ് ലിക്വിഡ് സൊല്യൂഷന് എക്സാമ്പിൾ ആണ്. ഇങ്ങനെയുള്ളതിനകത്ത് ഇപ്പോൾ NaCl ആണ് ഡിസോൾവ് ചെയ്യുന്നതെങ്കിൽ NaCl ഈസ് എ നോൺ വോളറ്റൈൽ സബ്സ്റ്റൻസ്. ഒരെണ്ണം നോൺ വോളറ്റൈൽ സബ്സ്റ്റൻസും അടുത്ത എന്തുമാണ്, വോളറ്റൈൽ സബ്സ്റ്റൻസും ആണ്. വാട്ടറോട് എന്തുമാണ്, വോളറ്റൈൽ സബ്സ്റ്റൻസും അല്ലേ. അങ്ങനെയാണെങ്കിൽ അവിടെ വേപ്പർ പ്രഷർ കൂടുകയോ കുറയുകയോ എന്തെങ്കിലും ചെയ്യും. വെള്ളത്തിനകത്ത് സാൾട്ട് ഡിസോൾവ് ചെയ്യുമ്പോൾ വെള്ളത്തിന്റെ പ്യുവർ ആയിട്ടുള്ള വേപ്പർ പ്രഷർ ആണോ അതോ സാൾട്ട് സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ ആയിരിക്കും അവിടെ കൂടുതൽ? ഏതായിരിക്കും കൂടുതൽ? നമുക്ക് നോക്കാം. ഇതാണ് നമ്മളുടെ നോർമൽ കണ്ടീഷനിൽ ഒരു കണ്ടെയ്നറിനകത്ത് വാട്ടർ എടുത്ത് വെച്ചേക്കുന്നത്. ഒരു ക്ലോസ്ഡ് കണ്ടെയ്നർ ആണ്. ആ കണ്ടെയ്നറിനകത്ത് വാട്ടർ എടുത്ത് വെച്ചേക്കുന്നത്. ഇത്രയും വാട്ടർ എന്ന് വിചാരിക്കാം. അത് ഇവാപ്പറേറ്റ് ചെയ്ത് കുറെ വാട്ടർ മോളിക്യൂൾസ് ഫോം ചെയ്തില്ലേ, ഫോം ചെയ്യും. തൊട്ടടുത്ത സെയിം ഒരു കണ്ടെയ്നറിനകത്ത് മറ്റൊരു സാൾട്ട് സൊല്യൂഷനും കൂടെ എടുത്തു വെച്ചിരിക്കുന്നു എന്ന് വിചാരിക്കാം. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇവാപ്പറേഷൻ നടക്കുന്നത് എവിടെ നിന്നാണ്? ഒരു സർഫസ് പ്രോസസ് അല്ലേ ഇവാപ്പറേഷൻ എന്ന് പറയുന്നത്. സർഫസിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഇവാപ്പറേഷൻ നടക്കുന്നത്. അപ്പോൾ ഈ സർഫസിനകത്ത് തൊട്ട് മുമ്പേ പ്യുവർ വാട്ടർ മാത്രമായിട്ടിരുന്നപ്പോൾ ഈ സർഫസിനകത്ത് കാണുന്ന എല്ലാ മോളിക്യൂളും ആര് തന്നെയായിരുന്നു? വാട്ടർ മോളിക്യൂൾസ് തന്നെയല്ലേ. പക്ഷെ ഈ ഒരു കണ്ടീഷനിനകത്ത് എല്ലാ മോളിക്യൂളും വാട്ടർ, സർഫസിലുള്ള എല്ലാ മോളിക്യൂളും വാട്ടറിന്റെ മോളിക്യൂളാണോ? അല്ല, അവിടെ NaCl ഡിസോൾവ് ചെയ്തിട്ടില്ലേ. അതായത് ചില മോളിക്യൂൾ വാട്ടർ മോളിക്യൂൾസ് ആയിരിക്കും, ബാക്കിയുള്ളത് എന്തായിരിക്കും, സാൾട്ടിന്റെ മോളിക്യൂൾസ് ആകത്തില്ലേ, NaClന്റെ മോളിക്യൂൾസ് ആകത്തില്ലേ. ഇതിനകത്തുള്ളതിനകത്ത് വേപ്പറൈസ് ചെയ്യുന്നത് ആര് മാത്രമാണ്? വാട്ടറിന്റെ മോളിക്യൂൾസ് മാത്രമല്ലേ. സാൾട്ടിന്റെ മോളിക്യൂൾസ് വേപ്പറൈസ് ചെയ്യും? ഇല്ല, സാൾട്ടിന്റെ മോളിക്യൂൾസ് വേപ്പറൈസ് ചെയ്തില്ല. എന്ത് മാത്രമേ വേപ്പറൈസ് ചെയ്യുള്ളൂ? വാട്ടറിന്റെ മോളിക്യൂൾസ് മാത്രമല്ലേ വേപ്പറൈസ് ചെയ്യുള്ളൂ. ഇവിടെയാണെങ്കിൽ സർഫസിൽ ഉണ്ടായിരുന്ന കംപ്ലീറ്റ് മോളിക്യൂൾസും വേപ്പറൈസ് ചെയ്യാം. ഇവിടെയാണെങ്കിൽ അങ്ങനെ പറ്റുന്നുണ്ടോ? കുറച്ച് മോളിക്യൂൾസ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, വേപ്പറൈസ് ചെയ്യുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന വേപ്പേഴ്സിന്റെ അളവ് ഇതിനെ അപേക്ഷിച്ച് കുറവായിരിക്കത്തില്ലേ? ഉറപ്പായിട്ടും കുറവായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആയിരിക്കും വേപ്പർ പ്രഷർ കൂടുതൽ. പ്യുവർ കമ്പോണന്റ് ആയിരിക്കും എന്ത് കൂടുതൽ, വേപ്പർ പ്രഷർ കൂടുതൽ. അതിനകത്ത് സൊല്യൂഷൻ ആണെങ്കിൽ, ഒരു സോളിഡ് സൊല്യൂഷൻ ആണെങ്കിൽ അവിടെ എന്ത് കുറവായിരിക്കും? ഉറപ്പായിട്ടും വേപ്പർ പ്രഷർ എന്തായിരിക്കും, കുറവായിരിക്കും. ഇനി ഇവിടെ വേപ്പർ പ്രഷർ കുറയുന്നതിന്റെ അളവ്, അതിന്റെ ക്വാണ്ടിറ്റി എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? അത് മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് എത്രത്തോളം ക്വാണ്ടിറ്റിയിൽ അവിടെ സൊല്യൂട്ട് ഉണ്ടെന്നാണ്. അതിനകത്ത് സോൾവെന്റ് വാട്ടറും സൊല്യൂട്ട് ആണെന്ന് പറയുന്നത് നമ്മൾ NaCl എന്ന്. അപ്പോൾ എത്രത്തോളം അളവിൽ, ഇപ്പോൾ കൂടുതൽ അളവിൽ സോഡിയം ക്ലോറൈഡ് ഡിസോൾവ് ആയിട്ടുണ്ടെങ്കിൽ, കൂടുതൽ അളവിൽ സൊല്യൂട്ട് ഡിസോൾവ് ആയിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് കുറവായിരിക്കും, വേപ്പർ പ്രഷർ കുറവായിരിക്കും, അല്ലെങ്കിൽ വേപ്പർ ആകുന്നതിന്റെ അളവ് കുറവായിരിക്കും. കാരണം നമുക്കറിയാം കൂടുതൽ അളവിലാണ് ഡിസോൾവ് ആയിരിക്കുന്നതെങ്കിൽ
സർഫസിൽ കാണുന്ന മോളിക്യൂൾസിനകത്ത് കൂടുതൽ അളവിൽ ആര് കാണും? സോളിഡ് പാർട്ടിക്കിൾ കാണത്തില്ലേ? അങ്ങനെ ആകുമ്പോൾ അവിടെ എന്ത് കുറയും? വേപ്പർ ആകുന്നതിന്റെ അളവ് കുറയും, അവിടെ വേപ്പർ പ്രഷർ എന്ത് ചെയ്യും? കുറയും. ഇനി അതിനകത്ത് പറയുന്നതിന് മറ്റൊരു കാര്യം, അത് എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? എത്ര അളവിൽ സൊല്യൂട്ട് സോൾവെന്റിനകത്ത് ഡിസോൾവ് ആയി എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. എന്ന് പറഞ്ഞ മീനിങ്, ഇപ്പോൾ ഒരു മോൾ സോഡിയം ക്ലോറൈഡ് അതിനകത്ത് എന്ത് ചെയ്തു? ഡിസോൾവ് ചെയ്തു, വാട്ടറിനകത്ത് ഡിസോൾവ് ചെയ്തു. അതുപോലെ തന്നെ ഒരു മോൾ ഗ്ലൂക്കോസ് ഡിസോൾവ് ചെയ്തു, അതുപോലെ തന്നെ ഒരു മോൾ യൂറിയ ഡിസോൾവ് ചെയ്തു. ഈ 3 കണ്ടീഷനകത്തും സെയിം വേപ്പർ പ്രഷർ ആയിരിക്കും ഉണ്ടാകുന്നത്. ടെമ്പറേച്ചർ സെയിം ആണെങ്കിൽ വേപ്പർ പ്രഷർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതായത് അവിടെ സൊല്യൂട്ടിന്റെ സ്വഭാവത്തെ, സൊല്യൂട്ടിന്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എന്ത് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? എത്ര അളവിൽ സൊല്യൂട്ട് അതിനകത്ത് ഡിസോൾവ് ആയി എന്നുള്ള കാര്യം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് പറയാം? റോൾസ് ലോ. ഇവിടെ റോൾസ് ലോ പറയുന്നത് പാർഷ്യൽ പ്രഷർ ഓഫ് ഈച്ച് വോളറ്റൈൽ കമ്പോണന്റ്, ഏതൊരു ഇവിടെ ഒന്നിൽ കൂടുതൽ വോളറ്റൈൽ കമ്പൗണ്ട് ഉണ്ടെങ്കിൽ അങ്ങനെ, അല്ലാന്നുണ്ടെങ്കിൽ എത്ര വോളറ്റൈൽ കമ്പൗണ്ട് ഉണ്ടോ, പാർഷ്യൽ പ്രഷർ ഓഫ് ദാറ്റ് വോളറ്റൈൽ കമ്പൗണ്ട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി മോൾ ഫ്രാക്ഷൻ. ഇവിടെ പറഞ്ഞത് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷന്റെ കാര്യമല്ലേ? സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനകത്ത് ഇവിടെ വാട്ടറും ഉണ്ട്, സോഡിയം ക്ലോറൈഡും ഉണ്ട്. പ്ലസ് വാട്ടർ ആണല്ലോ ഇവിടെ വേപ്പർ ആയിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന വാട്ടർ വേപ്പറിന്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി മോൾ ഫ്രാക്ഷൻ ഓഫ് വാട്ടർ ഇൻ ദി സൊല്യൂഷൻ. അത് എത്ര കൂടുതൽ അളവിൽ വാട്ടർ ഉണ്ടെങ്കിൽ അത്രയും കൂടുതൽ എന്തുണ്ടായിരിക്കും? പാർഷ്യൽ പ്രഷർ ഉണ്ടായിരിക്കും. വാട്ടറിന്റെ അളവ് കുറയും തോറും എന്ത് കുറയും? പാർഷ്യൽ പ്രഷർ കുറയും. അതായത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി മോൾ ഫ്രാക്ഷൻ ഓഫ് ദാറ്റ് കമ്പോണന്റ് ഇൻ ദി സൊല്യൂഷൻ. ഇതാണ് നമ്മൾ എന്ന് പറയുന്നത് റോൾസ് ലോ ഇൻ സോളിഡ് ലിക്വിഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ഒരു സോളിഡ് ലിക്വിഡ് സൊല്യൂഷന്റെ മോൾ ഫ്രാക്ഷൻ ആയിട്ടുള്ള ഗ്രാഫ് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വേപ്പർ പ്രഷറും മോൾ ഫ്രാക്ഷനും തമ്മിലുള്ള ഗ്രാഫ് എങ്ങനെ വരയ്ക്കും നോക്കാം. ഇതാണ് ആ ഗ്രാഫ്. നമ്മൾ നേരത്തെ വരച്ച ഗ്രാഫിന്റെ നേർപകുതിയുള്ള ഒരു ഗ്രാഫാണ്. അതായത് ഫസ്റ്റ് കമ്പോണന്റ് എന്ന് പറയുന്നത്, അതിനകത്ത് സൊല്യൂട്ട് എന്ന് പറയുന്നത് ഒരു നോൺ വോളറ്റൈൽ കമ്പോണന്റ് ആയിട്ട് കൺസിഡർ ചെയ്തേക്കാണ്. നോൺ വോളറ്റൈൽ കമ്പോണന്റ് ആയതുകൊണ്ട് തന്നെ അതിന് വേപ്പർ പ്രഷർ ഉണ്ടാകും. അതുകൊണ്ട് നമുക്ക് രണ്ടാമത്തെ കമ്പോണന്റിനെ വരയ്ക്കേണ്ട കാര്യമുണ്ടോ? രണ്ടാമത്തെ കമ്പോണന്റിന്റെ ഗ്രാഫ് വരയ്ക്കേണ്ട, ഫസ്റ്റ് കമ്പോണന്റിന്റെ ഗ്രാഫ് മാത്രം വരച്ചാൽ, അതായത് സോൾവെന്റിന്റെ മോൾ ഫ്രാക്ഷന്റെ ഗ്രാഫ് മാത്രം വരച്ചാൽ മതി. അപ്പോൾ ഇവിടെ വരച്ചേക്കുന്നത് മോൾ ഫ്രാക്ഷൻ ഓഫ് സോൾവെന്റ് വേഴ്സസ് വേപ്പർ പ്രഷർ എന്ന് പറയുന്ന ഗ്രാഫാണ്. ഈ ഗ്രാഫിനകത്ത് നോക്കുമ്പോൾ നമുക്കറിയാം എന്ത് ചെയ്യുന്നുണ്ട്? മോൾ ഫ്രാക്ഷൻ ഓഫ് സോൾവെന്റ്, അതായത് ഇപ്പോൾ NaCl സൊല്യൂഷനകത്താണെങ്കിൽ വാട്ടറിന്റെ മോൾ ഫ്രാക്ഷൻ കൂടി വരുന്നതനുസരിച്ച് എന്ത് കൂടുന്നുണ്ട്? ആ സൊല്യൂഷന്റെ ടോട്ടൽ വേപ്പർ പ്രഷർ കൂടുന്നുണ്ട്. ഇത് തന്നെയാണ് ആ ടോട്ടൽ വേപ്പർ പ്രഷറിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഗ്രാഫ്. ടോട്ടൽ വേപ്പർ പ്രഷർ കൂടി കൂടി അവസാനം എന്തിലെത്തുന്നു? വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ കമ്പോണന്റ് ആയിട്ട് മാറുന്നു. അതായത് അവിടെ വാട്ടർ മാത്രമാകുന്ന ഒരവസ്ഥയിലാണെങ്കിൽ, അവിടെ വാട്ടർ, അതായത് മോൾ ഫ്രാക്ഷൻ ഇവിടെ 1 ആവുകയാണെങ്കിൽ അവിടെ എന്തില്ല? അവിടെ സൊല്യൂട്ട് ഇല്ല, അത് മാത്രമേ ഉള്ളൂ, സോൾവെന്റ് മാത്രമേ ഉള്ളൂ. അങ്ങനെ സോൾവെന്റ് മാത്രമാവുകയാണെങ്കിൽ അതിന്റെ വേപ്പർ പ്രഷർ എന്തിന് തുല്യമാവും? അതിന്റെ വേപ്പർ പ്രഷർ എന്തിന് തുല്യം? വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ കമ്പോണന്റിലെ, അതായത് വാട്ടർ മാത്രമായിരിക്കുമ്പോൾ എത്രയാണ് വേപ്പർ പ്രഷർ? അതിന് തുല്യമാവത്തില്ലേ? അപ്പോൾ നമ്മളൊരു കാര്യം ആലോചിച്ചോണം. ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയാണ്: ഏതൊരു സോളിഡ് ലിക്വിഡ് സൊല്യൂഷൻ ആണെങ്കിലും അതിന്റെ മുകളിലുള്ള വേപ്പർ പ്രഷർ എല്ലായ്പ്പോഴും സോൾവെന്റിന്റെ വേപ്പർ പ്രഷറിനേക്കാൾ കുറവായിരിക്കും, താഴെയായിരിക്കും. അതായത് മാക്സിമം വന്നേക്കുന്ന വേപ്പർ പ്രഷർ ഓഫ് സോൾവെന്റ് മാത്രമല്ലേ, അല്ലേ? അതായത് സോൾവെന്റിന്റെ പ്യുവർ ആയിട്ടുള്ള വേപ്പർ പ്രഷർ എത്രയാണോ അതിനേക്കാൾ താഴെയായിരിക്കും എല്ലായ്പ്പോഴും സോളിഡ് ലിക്വിഡ് സൊല്യൂഷനകത്ത് ഉള്ള ടോട്ടൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇക്വേഷൻ എഴുതി നോക്കാം. ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത്? ഇപ്പോൾ ഫസ്റ്റ് കമ്പോണന്റ് ആണ് സോൾവെന്റ് ആയിട്ട് എടുത്തിരിക്കുന്നതെങ്കിൽ P1 is equal to partial pressure of first compound is equal to P1 is equal to P10 into X എന്ന് എഴുതിക്കൂടെ? P10 into X എന്ന് എഴുതാലോ. അതായത് മോൾ ഫ്രാക്ഷൻ P10 into X1 മോൾ ഫ്രാക്ഷൻ ഓഫ് ഫസ്റ്റ് കമ്പോണന്റ്. ഇതാണെന്ന് പറയുന്നത് അതിന്റെ ഇക്വേഷൻ. ഇത് നമ്മൾ റോൾസ് ലോ വെച്ച് എഴുതുന്ന ഇക്വേഷനാണ്.